ഗൈസ്, ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഏറ്റവും ടേസ്റ്റി ആയിട്ടുള്ള പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഒരു സാലഡാണ്. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു സാലഡ് കൂടിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നല്ല പാൽക്കൂൺ വേണം. പിന്നെ ഞാനിവിടെ സഫാരി മേളിൽ പോയി കഴിഞ്ഞപ്പോ ചോയ് മേടിച്ചു. സംചായ് എന്നൊക്കെ പറയും. ഒരു ചൈനീസ് ലീഫാണ് കേട്ടോ ഇത്. അപ്പൊ അതും ഇതേപോലെ അടർത്തി ഇടുന്നു. പകുതി ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ. അതിന്റെ ഫ്ലവർ ഞാൻ യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ചൈനീസ് ലീഫാണ്. നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു. വാഷ് ചെയ്ത ശേഷം ഇതുപോലെ ചെറിയ പീസസ് ആയിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ ഇത് ഇത്ര ഉണ്ടെന്ന് ഓർത്താലും നമ്മൾ നന്നായിട്ടൊന്ന് സാലഡ് ആക്കി എടുക്കുമ്പോഴേക്കും ഇതിന്റെ പകുതിയായി മാറും കേട്ടോ. അപ്പൊ അത് വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഏകദേശം ഒരു ഹാഫ് ഓഫ് ദ പോർഷനും അതുപോലെ തന്നെ നമ്മുടെ മഷ്റൂം ഫുൾ ഒരു പാക്കറ്റും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ 4 ആയിട്ട് മഷ്റൂമും കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ഫുള്ളായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക. ഈസിയാണ് സാലഡ് ഉണ്ടാക്കാൻ, വളരെ ടേസ്റ്റിയാണ്. അപ്പൊ ഫുൾ ഇതേപോലെ കട്ട് ചെയ്ത് റെഡിയാക്കി. പിന്നെ ഒരു 4 ഇഞ്ച് വെളുത്തുള്ളിയും ഇതേപോലെ ചെറുതായിട്ട് വട്ടത്തിൽ അരിഞ്ഞു വെച്ചു. പിന്നെ നമുക്ക് വേണ്ടത് ബട്ടറാണ്. ഞാനിവിടെ ഫ്രഷ് ആയിട്ടുള്ള ബട്ടർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് പാനിലോട്ട് ഇതിനകത്തുനിന്ന് ഒരു വലിയ പീസ് ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഇല്ലെങ്കിൽ നമുക്ക് ഒലിവ് ഓയിലും ഒക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. പക്ഷെ ഏറ്റവും ടേസ്റ്റ് ബട്ടറാണ് കേട്ടോ. അതിലേക്ക് ഞാൻ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളിയും ഓപ്ഷനിലാണ്, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് വെളുത്തുള്ളി. നിങ്ങൾക്ക് ഇതേപോലെ മതിയെങ്കിൽ ജസ്റ്റ് ഒന്ന് വാടിയ മതിയെങ്കിൽ അങ്ങനെ എടുക്കാം. എനിക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആയി ഗോൾഡൻ കളർ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഇല്ലേ, അതാണ് ഇഷ്ടം. നമ്മൾ സ്റ്റേക്ക് ഒക്കെ കഴിക്കുമ്പോൾ ഉള്ളൊരു ടേസ്റ്റ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഫ്രൈ ആക്കി എടുത്തു. അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സെഞ്ചുറിയും അതുപോലെ തന്നെ മഷ്റൂമും ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അങ്ങനെ ഒരു 2-3 മിനിറ്റ് ഇളക്കുമ്പോഴേക്കും ഇതിൽ നിന്നുള്ള വെള്ളമൊക്കെ നല്ല പോലെ ഇതിലേക്ക് ഇറങ്ങും. മാത്രമല്ല കളറൊക്കെ ഇതേപോലെ ഒന്ന് ചേഞ്ച് ആയിട്ട് വരും കേട്ടോ. അപ്പം നന്നായിട്ടുള്ള മഷ്റൂമില് അതുപോലെ തന്നെ ബീഫിനും വെള്ളമൊക്കെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. ആ സമയത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ സമയത്തോട്ട് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ. കഴിക്കുമ്പോൾ വെള്ളത്തിന്റെ ചുവയൊന്നും ഇല്ലെങ്കിൽ ഇപ്പൊ തന്നെ എടുക്കാവുന്നതാണ്. ഇനി ലാസ്റ്റ് ആയിട്ട് ഒരല്പം പെപ്പറും കൂടി ഇതേപോലെ തൂവിക്കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയുള്ളൂ നമ്മുടെ അടിപൊളി സാലഡ് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഈ ലീഫ് എല്ലാ മോളിലും സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്. സോ നമുക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇവിടെ ഇന്ന് $1 ഉള്ളൂ ഈ ലീവ്സിന്. സോ ചീപ്പാണ്. നല്ല ടേസ്റ്റിയും ക്രഞ്ചിയുമാണ് അതിന്റെ എന്ന് പറയുന്നത്. അപ്പൊ വായിലിങ്ങനെ കടിക്കുമ്പോ ഒക്കെ നല്ല ക്രഞ്ചി ഫീലാണ്. അതുപോലെ തന്നെയാണ് മഷ്റൂമിന്റെ കാര്യവും. നോൺ വെജിന്റെ ഒക്കെ ടേസ്റ്റ് എല്ലാം നല്ലൊരു സാലഡാണ്. തീർച്ചയായിട്ടും നിങ്ങളും ട്രൈ നോക്കിയിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കണ്ട. ഞാനിപ്പോ ഇത് കഴിച്ചിട്ട്